എടേ തരുൺമൂർത്തി എന്നെ ഒരു ലാലേട്ടൻ ആരാധകനാക്കി മാറ്റിയിരിക്കുന്നു എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു. എടേ ഇപ്പം നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞേക്കാം, നീ മമ്മൂട്ടി ആരാധകനല്ലേ, ഇപ്പം നല്ലൊരു സിനിമ വന്നപ്പോഴത്തേക്ക് ലാലേട്ടൻ ഫാൻസിലോട്ട് കയറിയല്ലേ, എങ്കിലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ ഞാനൊരു നല്ലൊരു സിനിമ ആരാധകനാണെന്നാണ് ഇപ്പം ഞാൻ എന്നിലൂടെ തെളിയിക്കുന്നത്. കാരണം ഒരു നല്ലൊരു പടം വന്നു കഴിഞ്ഞാൽ നമ്മൾ അയാളുടെ ഫാനായി മാറിപ്പോകൂടെ, അല്ലാതെ ഒരാളിൻ്റെ ഫാൻ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നിട്ട് മറ്റേ ആളിനെ കുറ്റം പറയുന്നതിലല്ല യഥാർത്ഥ കാര്യം. യഥാർത്ഥ ഫാനിസം നല്ല സിനിമയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യണം, അതാണ് ഫാനിസം. ഇത് ആടിപ്പൊളി ഒരു സിനിമയാണ്. ഇതുവരെ എനിക്ക് യാതൊരു സിനിമയിൽ നിന്ന് കിട്ടാത്തൊരു ഫീൽ എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടി. നല്ല ഇമോഷണൽ, നല്ല കൈയടിക്കാനുള്ള നല്ല ആടിപ്പൊളിയായിട്ട് ഒരു മലയാളി എങ്ങനെയാണ് ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നത് അതുപോലൊരു സിനിമ എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് അയാളോടൊരു ആരാധന തോന്നും. തോന്നിയില്ലെങ്കിൽ അതിശയമുള്ളൂ. ഇനി ഇതിന് മുകളിലൊരു മമ്മൂട്ടി പടം വരുമ്പോഴത്തേക്കും എനിക്ക് മമ്മൂട്ടിയോട് ആരാധന കൂടും, ഇതിനേക്കാളും കൂടുതൽ കൂടും. അതാണ് എന്നിലെ ആരാധന. അല്ലാതെ ഒരാളിനെ തന്നെ കടിച്ചു പിടിച്ച് തൂങ്ങി അയാളെ കുറ്റം ചെയ്താലും ദോഷം ചെയ്താലും മോശം ചെയ്താലും നല്ലത് ചെയ്താലും അയാളെ കൂടെ നിൽക്കുക അതല്ല ആരാധന. എൻ്റെ ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും നല്ല സിനിമ ആരാണോ നൽകുന്നത് അവരുടെ ഭാഗത്താണ് എൻ്റെ ആരാധന. കാരണം കുറേ കാലങ്ങളായിട്ട് ലാലേട്ടൻ്റെ നല്ല പടങ്ങളില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ആരാധന മാറി, എനിക്ക് മമ്മൂട്ടിയുടെ ആരാധന. എന്നാൽ ഈ ഒരു സിനിമയിലൂടെ ലാലേട്ടനെ ഞാൻ ആരാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് സത്യം. കാരണം ഇനിയുള്ള അങ്ങോട്ടുള്ള പടങ്ങളിൽ ലാലേട്ടൻ ചിലപ്പോൾ മോശം അഭിനയം അല്ലെങ്കിൽ മോശം കഥ സെലക്ട് ചെയ്താലോ വീണ്ടും കുറ്റം പറയും, അതില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഈ ഒരു പടം ഇപ്പം ഞാൻ മമ്മൂട്ടി ആരാധകനാണോ മോഹൻലാൽ ആരാധകനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മോഹൻലാൽ ആരാധകനാണെന്ന് ഇങ്ങനെ തോളും ചരിച്ച് പറയും. അങ്ങനെയുള്ളൊരു സിനിമയാണ് തുടരുമെന്ന് പറഞ്ഞ സിനിമ. അങ്ങനെ ആക്കി മാറ്റിയിരിക്കുകയാണ്. തരുൺമൂർത്തിക്കാണ് എൻ്റെ ബിഗ് താങ്ക്സ് ഇതുപോലുള്ള ലാലേട്ടനെ തിരിച്ചു തന്നതിന്. സത്യമുള്ള ഇത്രയും നല്ലൊരു മലയാള സിനിമ കണ്ടിട്ട് എത്ര കാലമായി അറിയാം. ഇത്രയും നല്ല വെച്ചാൽ കൈയടിച്ച് തിയേറ്ററിൽ നിന്ന് എണീറ്റ് കൈയടിച്ച് അർബാദിച്ച് കണ്ട ഒരു സിനിമ എനിക്കൊന്നും ഞാൻ ഇതിനു മുമ്പ് കൈയടിച്ച് അർബാദിച്ച് കണ്ട സിനിമ എന്നുള്ള ജയിലറായിരിക്കും. ജയിലറിന് ശേഷം അല്ലെങ്കിൽ ജയിലറിൻ്റെയൊക്കെ ഒരു 3 പടിക്ക് മുകളിലായിരിക്കും തുടരുന്ന പറഞ്ഞ സിനിമ എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. ഇതേപോലത്തെ ഒരു സിനിമയൊക്കെ മമ്മൂട്ടിക്ക് പോലും വന്നിട്ട് എത്രയോ കാലങ്ങളായി. ഇതുപോലെ വേഷങ്ങളൊക്കെ ചിലപ്പോൾ മമ്മൂട്ടി അതിഗംഭീരമായിട്ട് വേറെ പുതുമയൊക്കെ കൊണ്ടുവരാൻ മമ്മൂട്ടി ശ്രമിക്കാറുണ്ട്. അതിന് മമ്മൂട്ടിയാണ് താരമെങ്കിലും ലാലേട്ടനൊരു സംഭവം ഉണ്ടേ. ആ സംഭവം വന്നു കഴിഞ്ഞാൽ അത് ലാലേട്ടൻ്റെ കൂടെ തന്നെ ആളുകൾ നിൽക്കും, അതിന് യാതൊരു സംശയവുമില്ല. ലാലേട്ടനൊരു സംഭവം ഉണ്ട്, ആ സംഭവം വേണം നമുക്ക് മലയാളികൾ കാണാൻ എന്നും പറഞ്ഞാൽ എല്ലാ തുടർച്ചയായിട്ട് ആ സംഭവം കൊണ്ടുവരണമെന്നല്ല ഞാൻ പറയുന്നത്. അത് തന്നെ വെറൈറ്റികൾ പിടിക്കണം. ഇപ്പം ആക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളും ഇമോഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ കഴിവുള്ള നായകന് വേറെ പുതുമ വേണ്ട, അത് തന്നെ മതി, അതാണ് വേണ്ടത്. ഈ രജനീകാന്തിനെ കണ്ടിട്ടില്ലേ, സ്റ്റൈലുണ്ട്, ആക്ഷനുണ്ട്, അത് മതി. അതാണ് നമ്മൾ ലാലേട്ടനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു പടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏതൊരു മമ്മൂട്ടി ഫാനും തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലാലേട്ടൻ ഫാനായിട്ട് കൈയടിച്ചുകൊണ്ട് ഇറങ്ങുള്ളൂ. ഇനി ഇതിന് മുകളിലൊരു സിനിമ വരണം, ഞാൻ ഒരു മമ്മൂട്ടി ആരാധകനായി തിരിച്ച് വരണമെങ്കിൽ. അങ്ങനൊരു സിനിമ മമ്മൂട്ടിയുടെ ലൈനപ്പിൽ ഇപ്പോൾ ഇല്ല എന്ന് വേണം പറയാൻ. നല്ല സിനിമകളുണ്ട്, പക്ഷേ ഇതിന് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ വരണമെങ്കിൽ ഇനി പുതിയൊരു ഡയറക്ടറും പുതിയൊരു തിരക്കഥാകൃത്തും മമ്മൂട്ടിയെ സമീപിക്കണം. പക്ഷേ ഇതുവരെയുള്ള മമ്മൂട്ടിയുടെ ലൈനപ്പിൽ ഇങ്ങനെ ഒരു സിനിമ ഇല്ല, ഇതുപോലെ ഇതിനപ്പുറം നിൽക്കുന്ന ഒരു സിനിമ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം കാത്തിരിക്കാം. ഇവർ രണ്ടുപേരും മലയാള സിനിമ വരിക്കട്ടെ, നമുക്ക് കൂടെ നിൽക്കാം. അവരുടെ കൂടെ ആരാണോ നല്ലത് ചെയ്യുന്നത് അവരുടെ കൂടെ നിൽക്കുക, അല്ലാതെ ഫാൻസ് നോക്കിക്കൊണ്ട് ഒരു സിനിമയെ എതിർക്കാൻ നിൽക്കരുത്. ഈ സിനിമ ആവറേജ് എന്ന് പറയുന്നവരടുത്താണ് എനിക്ക് പറയാനുള്ളത്. നീയൊക്കെ മമ്മൂട്ടി ഫാനായിരിക്കാം, വേറെ ഏതെങ്കിലും ഫാനായിരിക്കാം, പക്ഷേ നല്ല പടത്തിൻ്റെ തോപ്പിക്കാൻ നിന്നാൽ കൂടെ നിൽക്കില്ല, അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇതേപോലത്തെ പടം മന്ത്രി മലയാളത്തിൽ പറഞ്ഞതിൽ എത്ര ദിവസമായിടേ, എത്ര വർഷമായിടേ. നമ്മൾ തമിഴ് സിനിമ കൊണ്ട് കൈയടിച്ചിട്ടുണ്ട് കുറേ 8 വർഷം കൊണ്ട്. മലയാളത്തിൻ്റെ കൈയടി നല്ല സീനുകൾക്ക് മാത്രമായിരുന്നു, അല്ലാതെ ഒരു മാസ് ആക്ഷൻ സിനിമയിൽ കൈയടിച്ച് കാണാൻ പറ്റുന്ന ഒരു മലയാള സിനിമ വന്നിട്ട് എത്രയോ കാലങ്ങളായി. ഇതുപോലൊരു സിനിമ, അതും ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്തിട്ടുള്ള ആക്ഷൻസ്, ഒരു രക്ഷയില്ല. അപ്പം നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. കുറച്ച് സൗണ്ട് കാണും, പക്ഷേ എനിക്കത് പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ ഒരു കടുത്ത മോഹൻലാൽ ആരാധകനാണ്.